ആദ്യം കോൺഗ്രസ് നേതാവ് സേനാപതി വേണു, ഒരു ഇംപീച്ച്മെന്റ് നോട്ടീസ് കൊണ്ടുവരാൻ ഒരുങ്ങുന്നു ഇന്ത്യ സഖ്യം. അതിന്റെ മുൻനിരയിൽ കോൺഗ്രസ് നിൽക്കുന്നു. ഇതൊരു ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണോ, അതോ ഒരു ഭരണഘടനാ സംവിധാനത്തിന്റെ വിശ്വാസ്യത തകർക്കുന്ന രീതിയിൽ ഇതൊരു രാഷ്ട്രീയ പ്രതികാരം നടത്തുകയാണോ കോൺഗ്രസ്? അല്ല, ഇത് അപർണ രാഷ്ട്രീയ പ്രതികാരമോ ഏതെങ്കിലും ഒരു ഭരണഘടനാ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്താനോ ഒന്നുമല്ല. ഇവിടെ ഒരു ഭരണഘടനാ സ്ഥാപനം ഭരണഘടനാപരമായി അതിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുകയും ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ചൂണ്ടിക്കാണിക്കുന്നവന്റെ നേരെ അധികാരം പ്രയോഗിക്കുകയും ചെയ്യുന്ന വളരെ അപകടകരമായ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുകയാണ്. ഇവിടെ രാഹുൽ ഗാന്ധിക്ക് മറുപടി കൊടുക്കാൻ എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർവാചന സദസ്സിൽ നടത്തിയ അവരുടെ വാർത്താ സമ്മേളനത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹം ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. അത് വളരെ വ്യക്തമായിട്ടല്ലേ അദ്ദേഹം ചോദിച്ചത്, അല്ലാതെ അദ്ദേഹം എന്താ പറഞ്ഞേ മറിച്ചും തിരിച്ചു ഒന്നും അല്ലല്ലോ. വളരെ കൃത്യമായി അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങളുണ്ട്. അത് ബാംഗ്ലൂർ സെൻട്രലിലെ പാർലമെന്റ് മണ്ഡലത്തിൽ നമ്മൾ മുമ്പും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. തെറ്റായ അഡ്രസ്സിൽ 40,009 വോട്ടർമാരും ഫോം 6ന്റെ ദുരുപയോഗത്തിൽ 33,692 വോട്ടർമാരും ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ 11,965 ഒരേ വിലാസത്തിൽ തന്നെ 10,452 തെറ്റായ ഫോട്ടോ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള 4,132 എണ്ണം അടക്കം 1,250,000 വോട്ടുകൾ, അത് സംശയാസ്പദമായ വോട്ടുകളാണ്. ആ കാര്യമാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത്. അപ്പൊ രാഹുൽ ഗാന്ധിയോട് പറയുന്നത്, നിങ്ങൾ സത്യവാങ്മൂലം തരണം, അതല്ലെങ്കിൽ ഏഴ് ദിവസത്തിനകം സത്യവാങ്മൂലം തരണം, അല്ലെങ്കിൽ രാജ്യത്തോട് മാപ്പ് പറയണം, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കും. ഓക്കെ, ഞാൻ ചോദിക്കുന്നു, BJPയുടെ നേതാവ് അനുരാഗ് ഠാക്കൂർ അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ആരോപിക്കുന്നത് ചിലരുടെ സ്വകാര്യതയെ ലംഘിച്ചു എന്നുള്ള. മൈമുന എന്നൊരു സ്ത്രീയുടെ പേര് പറഞ്ഞ് അവർക്ക് 3 വോട്ടർ പട്ടികയിൽ പേരുണ്ട് എന്ന് പറഞ്ഞ് അത് സ്വകാര്യതയുടെ ലംഘനമല്ലേ? ഇനി വീണ്ടും ഞങ്ങൾ ചോദിക്കുന്നു, ഈ പത്രപ്രസ്താവന നടത്തിയതിൽ അദ്ദേഹം ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചായിരുന്നല്ലോ. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും അതിനുശേഷം പ്രിയങ്ക ഗാന്ധിയും മത്സരിച്ച വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഏതാണ്ട് 93,000 വോട്ടുകൾ വ്യാജ വോട്ടുകളോ കൃത്രിമ വോട്ടുകളോ ഇരട്ടിപ്പോ ആണ് എന്ന്. അതുമാത്രമല്ല, അദ്ദേഹം രാജ്യത്തെ ഒരുപാട് പാർലമെന്റ് മണ്ഡലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ അനുരാഗ് ഠാക്കൂറിന് രാഹുൽ ഗാന്ധിക്ക് ബാധകമായിട്ടുള്ള നിയമം ബാധകമല്ലേ? അതെയോ രാഹുൽ ഗാന്ധിക്ക് മാത്രമേ നിയമം ബാധകമായിട്ടുള്ളൂ? BJPയുടെ നേതാക്കൾക്ക് ഈ നിയമം ഒന്നും ബാധകം അല്ലേ എന്നുള്ളതാണ്. ഇവിടെ വിസിൽ ബ്ലോവേഴ്സ് ആക്ട് ഞാൻ വിചാരിക്കുന്ന അസഫ് അലി സാർ വളരെ വിശദമായിട്ട് സൂചിപ്പിക്കുന്നത് പാസ്സാക്കിയിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ. അപർണ, ഒരു അഴിമതി നടന്നു എന്ന് ഒരാൾ ചൂണ്ടിക്കാണിക്കുകയാണ്. അത് നാളെ അത് ശരിയോ തെറ്റോ ആകാം. ഒരാൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ആ ആൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് പരിശോധിച്ച് അതിനകത്ത് ശരിതെറ്റുകൾ ഉണ്ടോ എന്ന് നോക്കുന്നതിന് പകരമായി അഴിമതി ചൂണ്ടിക്കാണിച്ച ആളോട് പറയുകയാണ്, തെളിവ് നിങ്ങൾ കൊണ്ടുവരണം, നിങ്ങൾ കൊണ്ടുവന്നില്ല എങ്കിൽ നിങ്ങൾക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി എന്ന് പറയുന്ന പോലെയല്ലേ ഇപ്പൊ നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധി എത്രയോ കൃത്യമായ രീതിയിലാണ് അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചിരുന്നത്. അപ്പൊ പറയുന്നത് എന്താ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ നമ്മുടെ രാജ്യത്ത് വീടില്ലാത്തവരുണ്ട്, അതുകൊണ്ട് അവരുടെയൊക്കെ നമ്പർ 00 എന്നാണ്. ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനോട് വിനീതമായി പറയുന്നു, ആ 00 എന്ന് നിങ്ങൾ എഴുതിയിരിക്കുന്നത് ഈ രാജ്യത്തെ വീടില്ലാത്ത ആളുകളാണ്. അവർ 1, 2, 3 ആരാണ് ആ വീടില്ലാത്ത ആളുകൾ? ആ വീടില്ലാത്ത ആളുകളുടെ പട്ടിക നിങ്ങളൊന്ന് സെപ്പറേറ്റ് ആക്കുക. അതുപോലെ തന്നെ പിതാവിന്റെ പേര് ചോദിക്കുന്നവർക്ക് PQR XYZ എന്ന് എഴുതിയിരിക്കുന്നവർക്ക്, അവർക്ക് മാതാപിതാക്കളുടെ പേര് പറയാനില്ലാത്തവർ അവരെത്ര പേരുണ്ട്? ഇങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ രാജ്യത്ത് വീടില്ലാത്തവർ കോടിക്കണക്കിനുണ്ട് എന്ന് പറഞ്ഞ് ആരെയെങ്കിലും വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് ഇലക്ഷൻ അട്ടിമറി. ആരാണ് അപർണ ഇലക്ഷൻ സുതാര്യമായിട്ട് നടത്തേണ്ടത്? വാട്ട് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ഇലക്ഷൻ കമ്മീഷൻ? ഭരണഘടനയുടെ 323, 324 ഫെയർ ആൻഡ് ഫ്രീ ഇലക്ഷൻ നമ്മുടെ നാട്ടിൽ നടക്കണം. ഫെയർ ആൻഡ് ഫ്രീ ഇലക്ഷൻ നടക്കണമെങ്കിൽ വോട്ടർ പട്ടിക സുതാര്യമായിരിക്കണം. ഞാനിവിടെ BJPയുടെ നേതാവ് ജയചന്ദ്രൻ മാസ്റ്റർ ഇരിക്കുന്നു. ആ ജയചന്ദ്രൻ മാസ്റ്ററോട് ഞാൻ ചോദിക്കുന്നു, K. സുരേന്ദ്രൻ എന്തിനാ കാസർഗോഡ് തെരഞ്ഞെടുപ്പ് ഹർജി ഫയൽ ചെയ്തത്? ഞാൻ ഇരട്ട വോട്ട് എന്റെ ഒരു രക്തസാക്ഷിയായി തെരഞ്ഞെടുപ്പിൽ തോറ്റ ഒരാളാണ്. ഞങ്ങളുടെ നാട്ടിൽ ഏതാണ്ട് 10,000-ഓളം തമിഴ്നാട്ടിൽ നിന്നുള്ള ഇരട്ട വോട്ടുകൾ ഉടുമ്പൻചോല അസംബ്ലി നിയോജക മണ്ഡലത്തിൽ മാത്രമുണ്ട്. ഞാൻ ഇതിനെതിരെ ഒരുപാട് പോരാട്ടങ്ങളൊക്കെ നടത്തിയതാണ്. പക്ഷേ ഞാൻ ജ്ഞാനേഷ് കുമാർ, അന്നത്തെ ഇലക്ഷൻ കമ്മീഷണറായിരുന്ന ടിക്കാറാം മീനായിക്ക് പരാതി കൊടുത്തു, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തു, ഞാൻ കോടതികൾ വഴി. അപ്പൊ തമിഴ്നാട്ടിലെ വോട്ടർ പട്ടികയിലുള്ള ആളുകൾ ഇവിടെ കണ്ടെത്തി, അത് കളക്ടർക്ക് അത് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു. പിന്നെ അതിനെക്കുറിച്ച് ഒരു കാര്യവുമില്ല. ഞാൻ വിനീതമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ജയചന്ദ്രൻ മാസ്റ്ററോട് ചോദിക്കുന്നത്, K. സുരേന്ദ്രൻ എന്തിനാണ് ഇരട്ട വോട്ടിന്റെ പേരിൽ അദ്ദേഹം ഇലക്ഷൻ കമ്മീഷന്
ഇലക്ഷൻ പെറ്റീഷൻ കൊടുത്തത് ഇരട്ട വോട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ. അപ്പോ ഇവിടെ ഒരു കാര്യം ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുക, അത് വെറുതെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതല്ല. ഇനി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ 45 ദിവസത്തിനുള്ളിൽ കഴിഞ്ഞില്ല എന്നുള്ളതാ. ഇതെങ്ങനെ കഴിയുമെന്നേ? ഇത്രയും വോട്ടർ പട്ടിക, അതായത് ഒരു പാർലമെന്റ് മണ്ഡലത്തിന്റെ അകത്ത് ഒരു നിയമസഭാ മണ്ഡലത്തിലുള്ള മുഴുവൻ വോട്ടർ പട്ടികയും പരിശോധിച്ച് അതിന്റെ അകത്തെ ഇരട്ടിപ്പും ഇതുമൊക്കെ കണ്ടെത്തുന്നതിനുണ്ടായ സമയമാണ്. ഞങ്ങൾ ആ സമയം അതിനെ അംഗീകരിക്കുന്നു. 45 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. 45 ദിവസത്തിനുള്ളിൽ കഴിഞ്ഞില്ല എന്ന സാങ്കേതികത്വത്തിന്റെ പേരിൽ നീ കുറ്റവാളിയാണ് എന്ന് ഈ വിഷയം ചൂണ്ടിക്കാണിച്ച ആളോട് പറയുമ്പോൾ ഇതെന്ത് ജനാധിപത്യമാണ്? ആ ജനാധിപത്യത്തിൽ ഞങ്ങൾ പറയുന്നു, ഫെയർ ആൻഡ് ഫ്രീ ഇലക്ഷൻ നടത്താൻ ബാധ്യസ്ഥമായ ഇലക്ഷൻ കമ്മീഷൻ ഈ കാര്യത്തിൽ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ഇലക്ഷൻ കമ്മീഷന്റെ വാർത്താ സമ്മേളനം അത് BJP നേതാക്കൾ നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ മറ്റൊരു പതിപ്പ് എന്നുള്ളതേ ഉള്ളൂ. അല്ല, ഞങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങളോ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളോ ഇതൊന്നും പറഞ്ഞില്ല. ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് എന്താ പറഞ്ഞ ഇലക്ട്രോണിക് ഡാറ്റ നൽകാൻ പറ്റത്തില്ല, സ്വകാര്യത ലംഘിക്കുമെന്ന്. പോളിംഗ് ബൂത്തിനകത്ത് എന്ത് സ്വകാര്യതയാണ് സാർ? നമ്മൾ നാട്ടിൽ കണ്ടിട്ടില്ലേ, എത്രയോ രാഷ്ട്രീയ നേതാക്കൾ, സിനിമാ താരങ്ങളൊക്കെ വോട്ട് ചെയ്യുന്നതിന്റെ ചിത്രം എന്ന് പറഞ്ഞാൽ ആർക്ക് വോട്ട് ചെയ്യുന്നില്ല, അവർ വോട്ട് ചെയ്യുന്നതിന്റെ ചിത്രങ്ങൾ പത്രത്തിൽ വരുന്നില്ലേ? വോട്ടിലെ സ്വകാര്യത എന്താ? ആർക്കാണ് വോട്ട് ചെയ്യുന്നത് എന്ന് നമുക്കറിയത്തില്ല. അതാണ് പോളിംഗ് ബൂത്തിനകത്ത് ആ പെട്ടി മറച്ചു വെച്ച് നമ്മൾ വോട്ട് ചെയ്യുന്നത്. ബാക്കി എന്ത് സ്വകാര്യതയാണ് അവിടെ ഉള്ളത്? അവിടെ എന്ത് സ്വകാര്യതയാണ് ലംഘിക്കപ്പെടുന്നത്? ഇവിടെ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം, ഈ ഇരട്ട വോട്ടർമാരും വ്യാജ വോട്ടർമാരും പേരില്ലാത്തവരും ഊരില്ലാത്തവരും അഡ്രസ് ഇല്ലാത്തവരും ഒക്കെ വന്ന് വോട്ട് ചെയ്തിരിക്കുന്നത് അത് തിരിച്ചറിയണമെങ്കിൽ ഈ എന്താ പറഞ്ഞ ഇലക്ട്രോണിക് മെഷീൻസ് അതിന്റെ വിവരങ്ങൾ ഞങ്ങൾക്ക് നൽകണം. ഞങ്ങൾക്കത് നൽകുന്നില്ല. അനുരാഗ് ഠാക്കൂറിന് കിട്ടുന്നു, ഞങ്ങൾക്ക് നൽകുന്നില്ല. ഞങ്ങൾ ഈ പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് 6 മാസം കൊണ്ട് ഇത് കണ്ടെത്തി ഞങ്ങൾ ഇതിനെക്കുറിച്ചുള്ള പരാതി കൊടുത്തിരിക്കുന്നു. അപ്പൊ പരാതി കൊടുത്തിരിക്കുന്നവൻ തെളിവുമായിട്ട് വരണം, അല്ലെങ്കിൽ നിന്നെ ഇപ്പൊ അറസ്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ എന്താ സത്യവാങ്മൂലം കൊടുത്തില്ലെങ്കിൽ ക്രിമിനൽ നടപടി എടുക്കും എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷനിലൂടെ പക്ഷപാതപരമായിട്ട് BJPയുടെ ചട്ടുകമായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു രാജ്യത്ത് ഏറ്റവും ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും വലുത്, ഞാൻ ഒറ്റ മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ചോളാം. അതായത് റഷ്യയിൽ തെരഞ്ഞെടുപ്പ് നടന്നു. നമ്മുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ ഒരു 4 മാസം മുമ്പ് പുടിൻ പറഞ്ഞ എന്താണെന്നറിയോ? എല്ലാം ഭദ്രമായ തെരഞ്ഞെടുപ്പാണ്, എല്ലാവർക്കും അവകാശം. വോട്ടർ പട്ടികയിൽ പുടിൻ വോട്ട് ചെയ്യുന്ന ആളുകളുടെ മാത്രം പേര്, ബാലറ്റ് പേപ്പറിൽ പുടിന്റെ പേര് മാത്രം. അപ്പൊ പിന്നെ 90%, 98% വോട്ട് പുടിനാണല്ലോ കിട്ടിയത്. അങ്ങനെ പുടിൻ നടത്തുന്ന ഇലക്ഷൻ അത് റഷ്യയിലാണ്. കിങ് ജോങ് അയാൾക്ക് മാത്രമുള്ള വോട്ടും വോട്ടർ പട്ടികയും അത് അവിടെയാണ്. ഇത് ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ വിയോജിക്കുന്നവർക്കും അഭിപ്രായ ശരി, ആ പോയിന്റ് അവിടെ നിന്നുകൊണ്ട് ഞാൻ തിരികെത്താം. സേനാപതി വിടോ. ശ്രീ TP ജയചന്ദ്രൻ, ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത, വിശുദ്ധി ഇതൊക്കെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉയർത്തുകയാണ്. ശരിയല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നു, അത് BJPയും പറയുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായിട്ട് നിൽക്കുകയാണ് എന്നുള്ള ആരോപണത്തിന് മറുപടി ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഈ ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന പോലെ അനുരാഗ് ഠാക്കൂറിന് സമാന ആരോപണത്തിന് അഫിഡവിറ്റ് ആവശ്യപ്പെടാത്ത കമ്മീഷൻ അത് രാഹുൽ ഗാന്ധിയോട് മാത്രം ചോദിക്കുമ്പോൾ കോൺഗ്രസും ഇന്ത്യ സഖ്യവും ചോദിക്കുന്ന ചോദ്യം അവിടെ ബാക്കിയാകുകയാണ്. ആ കമ്മീഷൻ സംസാരിക്കുന്നത് BJPക്ക് വേണ്ടിയാണോ എന്നുള്ളത് സ്വാഭാവികമായിട്ടും അതിന് ഏത് തരത്തിലുള്ള ഒരു വിശദീകരണം BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകും.